മാലദ്വീപ് ഇപ്പോൾ ചൈനയുടെ കയ്യിലെ കളിപ്പാവയാണ്. ഭാരതത്തിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു വന്ന മാലദ്വീപിനിപ്പോൾ ഭാരതമെന്ന് കേൾക്കുന്നതേ അലർജിയാണ്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ ചൈന സന്ദർശനവും കരാറുകളുമൊക്കെ ഇതിനോടകം എല്ലാവരും കണ്ടറിഞ്ഞതാണ്. പോരാത്തതിന് ഈ ചടങ്ങിൽ മൊയ്സു മാലദ്വീപിനെ ചൈനയ്ക്ക് അടിയറ വയ്ക്കുവാനുള്ള എല്ലാവിധ ഒരുക്കങ്ങൾക്കും തുടക്കം കുറിക്കുകയും ചെയ്തു. മാലദ്വീപിൽ ചൈനയ്ക്ക് എല്ലാവിധ സ്വാധീനവും ലഭിക്കാനുള്ള 8 കരാറാണ് ഈ സന്ദർശന വേളയിൽ ചൈന ഉടമ്പടിയാക്കിയെടുത്തത്. ഇനി മുതൽ മാലദ്വീപിൻ്റെ പ്രധാന വരുമാന മാർഗമായ വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ മേഖലയിലും ചൈനയ്ക്കും ഒരു പങ്കുണ്ടാകും. ഭാരതം നൽകിയിരുന്ന സഹായം പോലെയല്ല, മാലദ്വീപിന് എത്ര രൂപ വേണമെങ്കിലും ചൈന വായ്പയായി നൽകും. ഇതിൽ നിന്നൊക്കെ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമെന്തെന്ന് ഒരുവിധം വ്യക്തമായി കാണുമല്ലോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന സ്ഥാനം, അതായത് ഒരു ടോൾ പോയിന്റാണ് മാലദ്വീപ് എന്ന് പറയാം. ചൈനയുടെ വാഗ്ദാനങ്ങളിൽ മനം നിറഞ്ഞ മൊയ്സുവിനിപ്പോൾ ഭാരതത്തിൻ്റെ സഹായമൊന്നും വേണ്ടി വരില്ലെന്ന ഉറപ്പിലാണ്. പക്ഷെ സത്യമെന്തെന്നാൽ മാലദ്വീപിൻ്റെ സമുദ്രീയ സ്ഥാനം ലക്ഷ്യമാക്കി ചൈന വിരിച്ച വലയിൽ മാലദ്വീപ് കുടുങ്ങിയിരിക്കുകയാണ്. മാലദ്വീപ് ഇപ്പോൾ കടം കൊണ്ട് മുങ്ങിയ സ്ഥിതിയിലാണ്. മാലദ്വീപിൻ്റെ GDP-യേക്കാൾ അധികമാണ് ഇപ്പോഴത്തെ കടം. GDP 52,000 കോടിയും കടം 57,000 കോടിയുമാണ്. ഈ കടത്തിൽ ഏറ്റവും അധികം കൊടുത്തു തീർക്കേണ്ടതും ചൈനയ്ക്കാണ്. ഇപ്പോഴേ തങ്ങളുടെ കടത്തിൽ നിൽക്കുന്ന മാലദ്വീപിന് വീണ്ടും കടം കൊടുത്താൽ വരുതിയിൽ നിൽക്കുമെന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം. അതോടെ ചൈന എന്ത് നടപടി സ്വീകരിച്ചാലും മാലദ്വീപിന് എതിർക്കാനാകില്ല. ഇതുവരെയായി ഓരോ വർഷവും 2,500 കോടിയാണ് മാലദ്വീപ് തിരിച്ചടവായി ചൈനയ്ക്ക് നൽകുന്നത്. ഈ കടം ഒന്നുകൂടെ കൂടുകയാണെങ്കിൽ ശ്രീലങ്കയെപ്പോലെ സാമ്പത്തികമായി തകരാൻ മാലദ്വീപിന് അധിക സമയമൊന്നും വേണ്ടിവരില്ല. ശ്രീലങ്ക എങ്ങനെയാണ് നശിച്ചത്? ശ്രീലങ്കയുടെ കടം അതിൻ്റെ GDP കഴിഞ്ഞു പോയപ്പോഴാണ്. മാലദ്വീപിൻ്റെ കടവും അതുപോലെ തന്നെയാണ്. ചൈന ഇത് മാലദ്വീപിനോടും ശ്രീലങ്കയോടും മാത്രമല്ല ചെയ്തത്. ഭാരതത്തിന് ചുറ്റും ഏതൊക്കെ ദേശങ്ങളുണ്ടോ അവരെയെല്ലാം തങ്ങളുടെ കടക്കണിയിൽ പെടുത്തുകയാണ്. നോക്കിയാൽ കാണാം, ഭാരതത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെയെല്ലാം ചൈന ഇതിനോടകം കയ്യേറ്റമോ വായ്പ കൊടുക്കലോ നടത്തി വരുതിയിലാക്കിയിരിക്കുകയാണെന്ന്. പാകിസ്ഥാൻ്റെ കടത്തിൽ 30%, ശ്രീലങ്കയുടെ കടത്തിൻ്റെ 20%, മ്യാൻമാറിൻ്റെ കടത്തിന് 30%, മാലദ്വീപിൻ്റെ കടത്തിന് 42%, ബംഗ്ലാദേശിൻ്റെ കടത്തിന് 8%, നേപ്പാളിൻ്റെ കടത്തിന് 35% ചൈനയിൽ നിന്നാണ്. ഇതിൽ നിന്നറിയാം നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ ചൈനയ്ക്ക് വിധേയപ്പെട്ടു കഴിഞ്ഞു എന്ന്. ഇപ്പോൾ ചൈന നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് കൂടുതൽ വായ്പ നൽകാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയെ വളയുക എന്ന ചൈനയുടെ കുതന്ത്രം ഇങ്ങനെ അയൽ രാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിലൂടെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിന് 2016 107 കോടിയുടെ ഏറ്റവും വലിയ വായ്പ കൊടുത്തിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി ചേർന്ന് 4,500 കോടിയുടെ ഒരു എനർജി ഡീലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ശരിക്ക് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത് പല വിധത്തിൽ വായ്പകൾ നൽകി അയൽ ദേശങ്ങളെ അടിമകളാക്കി ചൈന ഇന്ത്യയെ വളയുകയാണെന്നാണ്. ഇവരെ വീഴ്ത്താൻ വായ്പ എന്ന ആയുധം മാത്രമല്ല, പലവിധ പ്രയോഗങ്ങളും ചൈനയുടെ കയ്യിലുണ്ട്. ചുറ്റുമുള്ള രാജ്യങ്ങൾക്കെല്ലാം ആയുധങ്ങളും ചൈന യഥേഷ്ടം നൽകുന്നുണ്ട്. വായ്പയും ഒരു ആയുധമാണ്. അതോടൊപ്പം യഥാർത്ഥ ആയുധങ്ങളും ചൈനയുടെ കൈവശമുണ്ട്. പാകിസ്ഥാൻ്റെ ആയുധ ശേഖരത്തിൽ 77% വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. ബംഗ്ലാദേശ് 74% ആയുധം ചൈനയിൽ നിന്ന് വാങ്ങുന്നു. മ്യാൻമാർ 29%, ശ്രീലങ്ക 20% ആയുധവും വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. ശ്രീലങ്കയിലെ വായുസേനയുടെ കയ്യിൽ ഇപ്പോഴുള്ള 86 പോർവിമാനങ്ങളിൽ 33 എണ്ണവും ചൈനയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാങ്ങിയിട്ടുള്ളതാണ്. ശ്രീലങ്ക തൻ്റെ ഹബൻടോട്ട പോർട്ട് 99 വർഷത്തേക്ക് ചൈനയ്ക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ ചൈന ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളെയൊക്കെ ചേർത്ത് തങ്ങളുടേതായൊരു ടീം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയാണ് ലക്ഷ്യം. ശ്രീലങ്കയിലേതുപോലെ നേപ്പാളിലും ചൈന ഇടിച്ചു കയറുകയാണ്. ഇതിനോടകം നേപ്പാളിലെ പൊക്കറയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഉണ്ടാക്കിക്കഴിഞ്ഞു. നേപ്പാൾ സൈന്യത്തിന് ആയുധങ്ങളും കോമ്പാക്ട് എയർക്രാഫ്റ്റും ചൈന നൽകിക്കഴിഞ്ഞു. മാലദ്വീപിലും ഇതേ പ്രവൃത്തിയാണ് തുടരുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് ചൈനയുടെ നീക്കം ഏറെ ആശങ്ക ഉണർത്തുന്നതാണ്. പോരാത്തതിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള എൻട്രി പോയിന്റാണ് മാലദ്വീപ്. ആ നിലയ്ക്ക് മാലദ്വീപിനെ വരുതിയിൽ നിർത്തിയാൽ ഇവിടേക്കുള്ള എൻട്രി സുഗമമാകും എന്നൊരു വസ്തുത കൂടി ഇതിന് പിന്നിലുണ്ട്.
മാലദ്വീപിലെ സർക്കാർ ഏറെ സന്തോഷത്തോടെ രാജ്യത്തെ പണയപ്പെടുത്തുന്നതിനുള്ള പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു.